എല്ലാവർക്കും പൊന്നുരുളിയിലേക്ക് സ്വാഗതം. ബേക്കറികളിൽ നിന്നും ആബാലവൃദ്ധം ജനങ്ങളും വളരെ ഇഷ്ടത്തോടെ മേടിച്ച് കഴിക്കുന്നൊരു സാധനമാണ് മസാല കപ്പലണ്ടി. ഇന്ന് ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത്. കൃത്യമായ അളവൊന്നും പാലിച്ചല്ല ഞാനിത് ചെയ്തത്. ഏകദേശം ഒരു റഫ് ഐഡിയ വെച്ചിട്ടാണ്. കപ്പലണ്ടിയിലേക്ക് ഏകദേശം അരക്കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും, അല്പാൽപമായി മാത്രം ഇടയ്ക്കിടെ വെള്ളവും ചേർത്ത് കുഴച്ച് വീഡിയോയിൽ കാണുന്ന പരുവത്തിലുള്ള ഒരു മാവ് തയ്യാറാക്കുക. മസാല കപ്പലണ്ടിക്ക് വേണ്ട അത്ര ഉപ്പും എരിവും ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. കുറച്ച് മാത്രമാണ് ഈ സമയം ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കപ്പലണ്ടി ഇതേപോലെ ഒന്ന് വേർപെടുത്തി ഇടാൻ ശ്രമിക്കുക. 1, 2, 3 എണ്ണം ഒട്ടിച്ചേർന്നിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ അത് നല്ലപോലെ വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ഫ്ലെയിം വെച്ചിട്ട് വറക്കുന്നതാണ് നല്ലത്. നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി ഒരുപാട് മൂത്ത് പോവാത്ത സമയത്ത് തന്നെ കോരി മാറ്റാം. പല ബാച്ചസായി ഞാൻ മുഴുവൻ കപ്പലണ്ടിയും ഇതേപോലെ വറുത്തെടുക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി എല്ലാം ഞാനൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. വറുത്ത കപ്പലണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്ര ഉപ്പും മുളകും ഇനി ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ചാട്ട് മസാലയും കൂടി ചേർത്ത് നല്ലപോലെ കുടഞ്ഞ് മിക്സ് ചെയ്യാം. കപ്പലണ്ടിയുടെ എണ്ണമയം ആ പൊടികളൊക്കെ നന്നായി കോട്ടഡായിരിക്കാൻ സഹായിക്കും. ബേക്കറിയിൽ നിന്ന് മേടിക്കാത്ത അതേ ടേസ്റ്റുള്ള മസാല കപ്പലണ്ടി വീട്ടിൽ ഈസിയായി തയ്യാറാക്കുന്ന വിധം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.